അങ്ങനെ പാണ്ഡവരും കൗരവരും കുരുക്ഷേത്ര ഭൂമിയിലേക്കായി യാത്രയാരംഭിച്ചു. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇരുകൂട്ടരും 2 ഭാഗങ്ങളിലായി സൈന്യങ്ങളുമൊത്തു നിന്നു. പെട്ടെന്നായിരുന്നു ഭീഷ്മയുടെ ശ്രദ്ധ മുന്നിലുള്ള പാണ്ഡവരിലേക്ക് തിരിഞ്ഞത്. ആ കണ്ണുകൾ പാണ്ഡവരിൽ ഓരോരുത്തരെയും മാറി മാറി നോക്കുവാനിടയായി. എന്നാൽ ആ നിമിഷം തന്നെ തന്റെ കണ്ണുകൾ ദുര്യോധനനിലേക്ക് തിരിഞ്ഞു. ദുര്യോധന, പാണ്ഡവ പക്ഷത്തുള്ള എല്ലാവരെയും ഞാൻ വധിച്ചിരിക്കും. പക്ഷെ പാണ്ഡുപുത്രന്മാർക്ക് നേരെ ഈ ഭീഷ്മ ആയുധമെടുക്കില്ല. ശകുനിക്ക് അതൊരു അസ്വസ്ഥത നിറഞ്ഞ വാക്കുകളായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ദേഷ്യത്തിന്റെ കറ പടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഭീഷ്മയുടെ ആ പ്രതിജ്ഞ ദുര്യോധനനെ വേദനിപ്പിച്ചെങ്കിലും ആ മുഖത്തു നിന്നും വികാരങ്ങൾ പെട്ടെന്ന് തന്നെ മാഞ്ഞുപോയിരുന്നു. യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ പിടികൊള്ളുവാൻ പാടില്ല എന്ന സത്യം ദുര്യോധനനിൽ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തും നേരിടാനുള്ള ശക്തി ദുര്യോധനനിലുണ്ടായിരുന്നു. എന്നാൽ എന്തും നേരിടാനുള്ള കഴിവ് തന്റെ പിതാവിൽ നിന്നും അകന്നുപോയിരുന്നു. ഹസ്തിനപുരത്തു നിന്നും തന്റെ പുത്രന്മാർ പടിയിറങ്ങിപ്പോയതിനു ശേഷം ധൃതരാഷ്ട്രർ വളരെയേറെ അസ്വസ്ഥതയിലായിരുന്നു. പെട്ടെന്നായിരുന്നു ആ ശബ്ദം ധൃതരാഷ്ട്രർ കേൾക്കുവാനിടയായത്. തന്റെ പിതാവിന്റെ ശബ്ദമായിരുന്നു അത്. തന്റെ ഉള്ളിലെ പ്രശ്നം ധൃതരാഷ്ട്രർ വ്യാസന് മുന്നിൽ ഓരോന്നായി അവതരിപ്പിച്ചു. ഇവിടെ ഇരുന്നിട്ട് എനിക്ക് മനസ്സമാധാനമില്ല. എന്റെ പുത്രന്മാരെ നേരിൽ കാണുവാനുള്ള യോഗം പോലും എനിക്കില്ല. ആ നിമിഷം ധൃതരാഷ്ട്രരുടെ കണ്ണുകൾ നനയുന്നുണ്ടായിരുന്നു. മകനെ, നിനക്ക് നിന്റെ പുത്രന്മാരെ കാണണോ? പ്രഗത്ഭരായ വൈദ്യന്മാരെ ഞാൻ നിനക്കായി കൊണ്ടുവരും. പിതാവിന്റെ വാക്കുകൾക്ക് മറുപടി പറയാതെ ധൃതരാഷ്ട്രർ മൗനമായി തന്നെ നിന്നു. വ്യാസൻ തന്റെ മകന്റെ തീരുമാനം കേൾക്കുവാനായി വീണ്ടും വീണ്ടും ചോദിച്ചു. ആരവിടെ? രാജ്യത്തെ പ്രഗത്ഭരായ വൈദ്യന്മാരെ ഉടനടി കൊട്ടാരത്തിലേക്ക് എത്തിക്കുക. ഉടൻ തന്നെ ധൃതരാഷ്ട്രർ അതിന് മറുപടി നൽകുകയുണ്ടായി. വേണ്ട, ഈ ഇരുട്ട് ഇപ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്ക്. എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾക്ക് അന്ധത തന്നെയാണ് ഉചിതം. ഏതൊരു പിതാവാണ് തന്റെ പുത്രന്മാരുടെ രക്തം കാണുവാൻ ആഗ്രഹിക്കുന്നത്? യുദ്ധം നടക്കുമ്പോൾ ഒരു നിയമമുള്ളതാണ്. പാരമ്പര്യമായുള്ള നിയമങ്ങളാണവ. അവ മാർഗമേ ഇതുവരെയും യുദ്ധങ്ങൾ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഓർമ്മപ്പെടുത്തലിനായി യുദ്ധത്തിന്റെ നിയമവ്യവസ്ഥകൾ ഭീഷ്മ പറയുവാൻ ആരംഭിച്ചു. സൂര്യോദയത്തിനു ശേഷം മാത്രമേ യുദ്ധം തുടങ്ങാവൂ. സൂര്യാസ്തമയമായാൽ യുദ്ധം അവസാനിപ്പിക്കണം. ശസ്ത്രമില്ലാത്തവരെ ആക്രമിക്കരുത്. ആയുധമില്ലാതെ നിൽക്കുന്ന ശത്രുവിനെ ആക്രമിക്കുന്നത് അനധികൃതമാണ്. പലരായി ചേർന്ന് ഒരാളിനെ ആക്രമിക്കരുത്. ഒരാൾക്കൊരാൾ എന്ന രീതിയിൽ യുദ്ധം നടത്തണം. ആയുധങ്ങൾ ഉപയോഗിക്കാതെ മണ്ണിൽ വീണവരെ കൊല്ലരുത്. രഥത്തിലിരിക്കുന്നവനോട് രഥത്തിലിരിക്കുന്നവനും കുതിരപ്പുറത്തുള്ളവനോട് കുതിരപ്പുറത്തുള്ളവനും കാൽസേനയോട് കാൽസേനയും പോരാടണം. മറിച്ചാവരുത്. പിന്തിരിയുന്ന ശത്രുവിനെ പിന്തുടരരുത്. പരസ്പര ആദരവ് ശത്രുക്കൾ കാണിക്കണം. മരണം സംഭവിച്ചാൽ മൃതദേഹത്തെ അപമാനിക്കരുത്. ശത്രുവിന്റെ മൃതദേഹത്തെ മാന്യതയോടെ കാണണം. സത്യത്തോടും ധർമ്മത്തോടും യുദ്ധം നടത്തണം. അല്പസമയം ഭീഷ്മ പാണ്ഡവരെയും കൗരവരെയും മാറി മാറി നോക്കി. അവരെല്ലാം ശ്രദ്ധയോടെ തന്നെ നിയമങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. നിയമത്തിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് യുദ്ധം ചെയ്യണമെന്ന തീരുമാനം ഇരു കൂട്ടർക്കും വ്യക്തമാക്കി. ശേഷം തന്റെ സ്ഥാനത്തേക്ക് ഭീഷ്മ തിരികെ പോയി. കുറച്ച് സമയത്തിനു ശേഷമാണ് ആ കാഴ്ച എല്ലാവരും കാണുന്നത്. ഒരു വിചിത്രമായ കാഴ്ചയായിരുന്നു അത്. കൗരവർക്ക് നേരെ പാണ്ഡവ സഹോദരങ്ങൾ ആയുധമില്ലാതെ കടന്നുവരുന്നു. അവരുടെ വരവിന്റെ ഉദ്ദേശം അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കൗരവരുടെ അടുത്തെത്തിയ പാണ്ഡവരുടെ കണ്ണുകൾ ആ കൂട്ടത്തിലെ 2 പേർക്ക് നേരെയായിരുന്നു, ദ്രോണാചാര്യരും ഭീഷ്മയും. യുദ്ധത്തിനു മുൻപ് അവരിൽ നിന്നും അനുഗ്രഹം വാങ്ങുവാനാണ് പാണ്ഡവ സഹോദരങ്ങൾ വന്നത്. അവർക്കുള്ള അനുഗ്രഹം ഗുരുക്കന്മാർ നൽകി. ശേഷം പാണ്ഡവർ തിരിച്ച് അവരുടെ സ്ഥാനത്തേക്ക് തന്നെ പോയി. യുദ്ധം തുടങ്ങേണ്ട ഉത്തരവാദിത്തം അർജുനന്റേതായിരുന്നു. വെണ്മയാർന്ന കുതിരകളെ കൃഷ്ണൻ നയിച്ച് അദ്ദേഹത്തിന്റെ തേര് മുന്നോട്ട് നീങ്ങി. എനിക്ക് അവരെല്ലാം കാണണം. അർജുനൻ കൃഷ്ണനോട് മൃദുവായി പറഞ്ഞു. കൗരവ സൈന്യത്തെ നോക്കി അർജുനൻ കണ്ണോടിച്ചു. 11 അക്ഷൗഹിണി സൈന്യങ്ങൾ, എണ്ണമറ്റ പടയാളികൾ, അതിനിടയിൽ പരിചയമുള്ള ചില മുഖങ്ങൾ. ഭീഷ്മപിതാമഹൻ, ഹസ്തിനപുരത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം, ചെറുപ്പത്തിലെ ഞങ്ങളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും അധികം പ്രയത്നിച്ച ആൾ, ഞങ്ങളുടെയും കൗരവരുടെയും ഇടയിൽ വൈരാഗ്യമില്ലാതെ ഇരിക്കാൻ
ഏറ്റവും കൂടുതൽ ശ്രമിച്ചയാൾ. വലുതാകുമ്പോൾ ഭീഷ്മ പിതാമഹനാകണമെന്നതായിരുന്നു എന്റെ ചെറുപ്പകാലത്തെ ആഗ്രഹം. തന്റെ കുട്ടിക്കാലം മനോഹരമാക്കിയതിൽ ഏറ്റവും വലിയ പങ്കുള്ള ആളാണ് പിതാമഹൻ. തൊട്ടപ്പുറം ദ്രോണാചാര്യർ, വില്ലെടുക്കാൻ എന്നെ ആദ്യമായി പഠിപ്പിച്ച ഗുരു. ഒരു അച്ഛന്റെ സ്നേഹം ഞാൻ ആദ്യമായി അറിഞ്ഞത് എന്റെ ഗുരുവിൽ നിന്നായിരുന്നു. ഒരു അച്ഛനെ പോലെ തന്നെ എന്നെ അദ്ദേഹം അരികിൽ ചേർത്ത് നിർത്തുമായിരുന്നു. തിരിച്ചും ഒരു മകന്റെ സ്നേഹവും വാത്സല്യവും അദ്ദേഹം എനിക്ക് തന്നിരുന്നു. അദ്ദേഹത്തിന്റെ മകനേക്കാൾ കൂടുതൽ എന്നെയാണോ സ്നേഹിക്കുന്നതെന്ന് പോലും ഞാൻ സംശയിച്ചിട്ടുണ്ട്. അതിനപ്പുറമായി ദുര്യോധനൻ. ഞങ്ങൾ കൊട്ടാരത്തിലെത്തിയ സമയം ദുര്യോധനന് ജീവനായിരുന്നു ഞങ്ങളെ എല്ലാവരെയും. ഒരു രാജകുമാരൻ എന്ന നിലയിലല്ല, മറിച്ച് സഹോദരനെ പോലെയാണ് അയാൾ ഞങ്ങളെ സ്വീകരിച്ചത്. ഞങ്ങൾക്കും അയാളെ വളരെയധികം ഇഷ്ടമായിരുന്നു. രാജപുത്രന്മാരിൽ കാണപ്പെടുന്ന അഹന്ത ദുര്യോധനനിൽ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. ആദ്യമായിരുന്നു അത്തരമൊരു രാജപുത്രനെ ഞങ്ങൾ കാണുന്നത്. മണ്ണിലിറങ്ങിയ രാജാവ് തന്നെയാണ് അയാൾ. അയാളുടെ ഉറ്റ സുഹൃത്ത് തന്നെ ഒരു സൂതപുത്രനാണ്. കൊട്ടാരത്തിലെ എല്ലാവരും എതിർത്തിട്ടും ആ സൗഹൃദം അയാൾ മാറ്റിയില്ല. കുറച്ച് നിമിഷത്തെ ഓർമ്മകളിൽ നിന്നും അർജുനൻ പെട്ടെന്ന് തിരികെ വന്നു. അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുറകിലുള്ള സഹോദരന്മാർക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അർജുനൻ മുൻപിൽ നിൽക്കുന്നവരെ ഒന്നുകൂടി നോക്കി. അയാളുടെ കൈവിരലുകൾ മരവിച്ചു. അർജുനന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുവാൻ തുടങ്ങി. അയാളുടെ കയ്യിൽ നിന്നും ആയുധം താഴെ വീണു. കുരുക്ഷേത്രം മുഴുവൻ നിശബ്ദതയിൽ മുങ്ങി. ലക്ഷക്കണക്കിന് കണ്ണുകൾ വിശ്വസിക്കാനാകാതെ അത് നോക്കി നിന്നു. വർഷങ്ങളായി അയാൾ കാത്തിരുന്ന നിമിഷം വന്നെത്തിയിട്ടും അതിന്റെ യാഥാർത്ഥ്യം അയാളെ തളർത്തി. ഞാൻ പ്രതീക്ഷിച്ച യുദ്ധം ഇതായിരുന്നില്ല കൃഷ്ണ. ഞാൻ സ്വപ്നം കണ്ട വിജയം ഇതായിരുന്നില്ല. സ്വന്തം കുടുംബത്തെ നശിപ്പിച്ച് നേടുന്ന രാജ്യത്തിന് എന്തർത്ഥമാണുള്ളത്? പെട്ടെന്ന് തന്നെ അയാളുടെ ശരീരം മുഴുവനായും തളർന്നു. ഉടനടി തേരിന്റെ അടിഭാഗത്ത് അയാൾ തളർന്നിരുന്നു. ഞാൻ യുദ്ധം ചെയ്യില്ല കൃഷ്ണ.